വിഴിഞ്ഞം തുറമുഖം നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഉപോൽപ്പന്നമാണ് വിഴിഞ്ഞം തുറമുഖം. പിണറായി വിജയന്റെ കാലത്ത് ഉദ്ഘാടനം നടന്നുവെങ്കിലും അതിന് നാന്ദി കുറിച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ പിണറായി വിജയന്റെ കാലത്ത് അത് കുടുംബസ്വത്ത് എന്ന പോലെയാണ് അനുഭവിച്ചു വന്നത്. വിഴിഞ്ഞത്തിന്റെ ഔദ്യോഗിക ചർച്ചകൾക്ക് ഭാര്യയെയും കൊച്ചുമകനെയും മകളെയും കൂട്ടിയെത്തി വലിയ വിമർശനം പിണറായി വിജയൻ ഏറ്റുവാങ്ങിയ സംഭവം ആരും മറന്നിട്ടില്ല. അന്ന് പിണറായിയെ ആനയിച്ചത് അന്നത്തെ തുറമുഖത്തിന്റെ MD ദിവ്യ എസ് അയ്യരാണ്. പിണറായി വിജയന്റെ ഈ നടപടി തിരുത്തേണ്ടതിന് പകരം കുട പിടിക്കുകയാണ് അന്ന് ദിവ്യ എസ് അയ്യർ ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കാലം മാറിയെത്തി. പിണറായി വിജയനെ ജനം വീട്ടിലിരുത്തി. പകരം മുഖ്യമന്ത്രിയായത് VD സതീശൻ. 3 മാസങ്ങൾക്കിപ്പുറം വിഴിഞ്ഞം ഗേറ്റ്വേ തുറന്നു നൽകാനെത്തിയത് മുഖ്യമന്ത്രി VD സതീശനാണ്. വിഴിഞ്ഞം തുറമുഖം അധികൃതരുമായി ചർച്ചകൾ നടത്തിയ VD സതീശൻ പദ്ധതി സമർപ്പിക്കുകയും ചെയ്തു. ഇടംബലം ഉദ്യോഗസ്ഥരുടെ നീണ്ട നിര തന്നെയുണ്ട്. അവിടെ കുടുംബാംഗങ്ങളില്ല. യോഗം ഔദ്യോഗികമായി തന്നെ നടന്നു. ഇതാണ് മാതൃക. അല്ലാതെ ഇടംബലം വീട്ടുകാരെ നിരത്തിയിരുത്തി വിഴിഞ്ഞം പോലൊരു പദ്ധതിയിൽ ഇടപെടുന്നതല്ല മാതൃകയാക്കേണ്ടത്. പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ വേദിയിൽ പിണറായി വിജയനോ പരിവാരങ്ങളോ ഇന്നില്ല. എന്തിനേറെ പറയുന്നു, ദിവ്യ എസ് അയ്യർ പോലും വേദിയിൽ ഉണ്ടായിരുന്നില്ല. മുൻ MD എന്ന നിലയ്ക്ക് അവർ ചടങ്ങിനെത്തിയെങ്കിലും വേദിയിൽ ഇരിപ്പിടം കിട്ടിയില്ല. ഇതാണ് കാവ്യനീതി എന്ന് പറയുന്നത്. നേരത്തെ ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ CPM രംഗത്ത് വന്നിരുന്നു. ദിവ്യ എസ് അയ്യർ അദാനി കമ്പനിക്ക് നോട്ടീസ് നൽകിയിരുന്നുവെന്നും സതീശന് അധികാരമേറ്റതോടെ ദിവ്യയെ മാറ്റിയെന്നും ആക്ഷേപവും ഉയർന്നു. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി എന്ന് പ്രതികരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലകളിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്നും അവരെ മാറ്റിയാൽ എന്താണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മാത്രമല്ല, ഒരുപാട് നാളായി അവിടെയുണ്ടായിരുന്ന പലരെയും മാറ്റിയിട്ടുണ്ട്. എന്താണ് കുഴപ്പം? അവർ അദാനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം തനിക്കറിയില്ല. സർക്കാർ HODമാർ ആർക്കൊക്കെ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് താൻ അന്വേഷിക്കേണ്ട ജോലിയല്ല എന്നുമാണ് സതീശൻ പറഞ്ഞത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനും ഈ വിഷയത്തിൽ കണക്കിന് കൊടുത്തിരുന്നു സതീശൻ. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്താണ് കാര്യമെന്നും തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽസ് ഡയറക്ടർ വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായാണ് UDF സർക്കാർ മാറ്റി നിയമിച്ചത്. ജെറോമിക് ജോർജാണ് പുതിയ വിഴിഞ്ഞം തുറമുഖ MD. 2025 ഏപ്രിൽ അവസാനത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കുടുംബാംഗങ്ങൾ പങ്കെടുത്തത് വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമായിരുന്നു. ഔദ്യോഗിക അവലോകന യോഗങ്ങളിലും അതിസുരക്ഷാ മേഖലകളിലും കുടുംബാംഗങ്ങൾ പങ്കെടുത്തത് വലിയ ചർച്ചയുമായി. 2025 ഏപ്രിൽ മാസത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിയോടൊപ്പം കുടുംബാംഗങ്ങളും എത്തിയത്. ഔദ്യോഗിക യോഗങ്ങളിലും കൺട്രോൾ റൂം സന്ദർശനത്തിലും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് പ്രതിപക്ഷവും മുൻ ഉദ്യോഗസ്ഥരും ആരോപിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ സാന്നിധ്യത്തിനെതിരെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ കടുത്ത വിമർശനവുമായി അന്ന് രംഗത്തെത്തിയിരുന്നു. അന്ന് വിഴിഞ്ഞം ഓഫീസിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അന്ന് മുൻനിരയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, മകൾ വീണ, കൊച്ചുമകൻ ഇഷാൻ എന്നിവരും ഇരിക്കുന്നുണ്ട്. ഇതിനുശേഷം തുറമുഖയാട്, പുലിമുട്ട് തുടങ്ങിയിടത്തും ഇവർ ഒന്നിച്ചെത്തി. വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിൽ അതീവ സുരക്ഷയുള്ള ഔദ്യോഗിക വാഹനത്തിൽ മുൻ സീറ്റിൽ മകൾ വീണ വിജയനാണ് ഇരുന്നത്. ഔദ്യോഗിക വാഹനത്തിലെ മുൻ സീറ്റിൽ നിന്നിറങ്ങി വരുന്ന വീണയെയും പിന്നിൽ നിന്നിറങ്ങി വരുന്ന മുൻ മുഖ്യമന്ത്രിയെയും ദൃശ്യങ്ങളിൽ അന്ന് പുറത്തു വന്നിരുന്നു. 1 വർഷവും 3 മാസവും പിന്നിട്ടപ്പോൾ ഈ പറഞ്ഞവർ ചിത്രത്തിൽ നിന്ന് തന്നെ പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം ഇരുന്ന വിഴിഞ്ഞം തുറമുഖത്തെ കസേരയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇരുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം.